ചർച്ച നടത്തി ഇപ്പോൾ യുദ്ധം തീർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയാൻ തുടങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ തവണയും ചർച്ചയ്ക്കായി മധ്യസ്ഥ രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കുമ്പോഴും ഗാസയിൽ പക്ഷേ കൂട്ടക്കുരുതി തുടരുന്ന സമീപനമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. 2025 ആദ്യ വെടിനിർത്തൽ ചർച്ചയിലും അതുതന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് മൊസാദ് സംഘം ഉൾപ്പെടെ ദോഹയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരട് നിർദ്ദേശങ്ങൾ പുറത്തുവരികയും ചെയ്തു. ഗാസയിൽ 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിനാണ് ചർച്ചകൾ നടക്കുന്നത്. ഓരോ ഘട്ടത്തിലും 42 ദിവസം വീതമായിരിക്കും. പല വിഷയങ്ങളിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നാണ് അൽ ജസീറ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ തെക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങുകയും ചെയ്യും. രോഗികളെയും വൃദ്ധരും സ്ത്രീകളുമായ 33 ബന്ദികളെ ഹമാസ് ഇക്കാലയളവിൽ മോചിപ്പിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങും. ബാക്കിയുള്ള ബന്ദികളെ കൂടി ഹമാസ് ഇക്കാലയളവിൽ വിട്ടുനൽകുകയും ചെയ്യും. മൂന്നാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുമെന്നും പറയുന്നുണ്ട്. ഹമാസ് അംഗീകരിച്ച ഈ കരട് ഇസ്രായേൽ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുവെന്നാണ് ഇസ്രായേലിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണവും ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 70 പേരെയാണ് ഇസ്രായേൽ ഗാസയിൽ വധിച്ചിരിക്കുന്നത്. ഹമാസ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഇസ്രായേൽ പ്രഖ്യാപിച്ച മാനുഷിക മേഖലയ്ക്കും നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 15 മാസത്തെ സംഘർഷത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ 1 വർഷം ഒരു ഘട്ടത്തിൽ പുരോഗതിയില്ലാത്തതിനാൽ ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തതാണ്. മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസിയുടെയും സൈന്യത്തിൻ്റെയും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസവും പുറത്തുവിട്ടിരുന്നില്ല. അതിനിടെയാണ് മൊസാദ് സംഘവും ചർച്ചയ്ക്കായി എത്തിയത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യാക്രമണത്തിന് ശേഷമാണ് യുദ്ധം ആരംഭിച്ചത്. അതിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കി ഗാസയിലേക്ക് ഹമാസ് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. ഏകദേശം 13 മാസം മുമ്പ് ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ സൈന്യം 43,000 പലസ്തീനികളെ കൊലപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ 1,00,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും 10,000-ലധികം പേരെ കാണാതാവുകയും നിരവധി പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്ന് മരിച്ചതായും പറയുന്നുണ്ട്. ആക്രമണത്തിൽ കുറഞ്ഞത് 17,000 കുട്ടികളും 12,000 സ്ത്രീകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഗാസ ആസ്ഥാനമായുള്ള സർക്കാർ മാധ്യമ ഓഫീസ് പറയുന്നത്. എന്നാൽ ചർച്ചകൾക്കായി പ്രതിനിധികളെ അയക്കുമ്പോഴും യുദ്ധം തീർക്കാൻ നെതന്യാഹുവിന് താൽപ്പര്യമില്ലെന്നും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ യുദ്ധം തീർക്കാൻ തങ്ങൾ ഇടപെടുന്നുവെന്നുള്ള കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് പ്രതിനിധികളെ അയക്കുന്നതെന്നുമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചർച്ച വെറും പ്രഹസനമായി കാണുന്നുവെന്നാണ് ഹമാസ് ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്.